സൂപ്പർവൈസേഴ്സ് ചെക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു പക്ഷേ ചെക്ക് ലിസ്റ്റ് പോലും ഉണ്ടാവില്ല. കാരണം ചില വാഷ്റൂംസൊക്കെ ഗസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർ കൈ തുടക്കാൻ വേണ്ടിയിട്ട് വരെ നമ്മളെ ചെക്ക് ലിസ്റ്റ് എടുത്ത് യൂസ് ചെയ്ത് പോകുന്ന ഒരു സമയം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവം വരെ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം 11 മണിക്കൊക്കെ ഞങ്ങൾ അപ്ഡേഷൻ പോകുമ്പോൾ ഉണ്ടാവും, അടുത്ത് 12 മണിക്ക് പോകുന്ന സമയത്ത് ചെക്ക് ലിസ്റ്റ് ഉണ്ടാവില്ല. അത് നോക്കുമ്പോഴത്തേക്കിന് ഡസ്റ്റ്ബിനകത്ത് ഉണ്ടാവും. നേരത്തെ പേപ്പർ ചെക്ക് ലിസ്റ്റ് ആയിരുന്നു, നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ട് സൈൻ ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ കള്ളത്തനമൊക്കെ കാണിക്കാൻ പറ്റുമായിരുന്നു. ഒരു ലാസ്റ്റ് ചിലപ്പം ഡ്യൂട്ടി തീരാതിരിക്കുന്ന ടൈമിലായിരിക്കും നമ്മൾ പോയി എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈവനിങ് ആയിരിക്കും സാറിൻ്റെ കയ്യിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കതിൽ കുറേ കള്ളത്തനം കാണിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അംപ്ലക്സ് വന്നതിന് ശേഷം നമുക്ക് കംപ്ലയിൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ആയിരുന്നു പേഷ്യൻ്റ് സൈഡിൽ നിന്ന്. ഇപ്പോൾ അത് കുറഞ്ഞു. കാരണം നമ്മൾ ഫോട്ടോ പ്രൂഫാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ രീതിയിൽ നല്ല രീതിക്ക് ക്ലീൻ ചെയ്താലേ നമുക്ക് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കംപ്ലയിൻറ്റ്സ് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ സൗത്തിലൊരു ഇൻസിഡൻറ്റ് നടന്നു. പേഷ്യൻസ് വന്ന് പറഞ്ഞു, ബൈസ്റ്റാൻഡർ പറഞ്ഞു വാഷ്റൂം ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തെന്നി വീഴ എന്തോ ചെയ്തു. അപ്പം നമുക്ക് അതിന് തൊട്ട് 5 മിനിറ്റ് മുമ്പ് ഹംപ്ലക്സ് അവിടുത്തെ സൂപ്പർവൈസർ എടുത്തായിരുന്നു. അപ്പം നമുക്ക് ഉണ്ടായിരുന്ന പ്രൂഫ് എന്ന് വെച്ചാൽ ഹംപ്ലക്സ് ആയിരുന്നു. അപ്പോൾ അത് ഒരു ഉദാഹരണമാണ്. അത് തിരിച്ച് ഹംപ്ലക്സ് ചെക്ക് ചെയ്ത സമയത്ത് ആ പേഷ്യൻ്റ് കയറുന്നതിന് തൊട്ട് 5 മിനിറ്റ് മുമ്പ് ഹംപ്ലക്സ് ചെയ്തിരുന്നു. നല്ല രീതിക്ക് വാഷ്റൂം ചെയ്ത് ഹംപ്ലക്സിൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ കംപ്ലയിൻറ്റ്സ് അവിടെ ഹൗസ് കീപ്പിങ്ങിന് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റി. അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒരു പാഠമാണ് ഈ 3 ബിൽഡിങ്ങിൽ. അതുപോലെ സൂപ്പർവൈസറിന് ഒരുപക്ഷെ പോയി എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ സ്റ്റാഫാണെങ്കിലും അവർ സൈൻ ചെയ്ത് മിസ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഒരുപക്ഷെ സൂപ്പർവൈസർ പറഞ്ഞിട്ടാണോ എന്നുള്ള എനിക്കറിയില്ല. അല്ലെങ്കിൽ തന്നെയും ഒരുപക്ഷെ നമ്മൾ ഒരു 5 പ്രാവശ്യം ഇൻസ്പെക്ട് ചെയ്യാൻ പോകേണ്ട സമയത്ത് അവിടെ എത്താണ്ട് എന്തെങ്കിലും നമ്മൾ ഹോൾഡായി പോയി കഴിഞ്ഞാൽ ഒരുമിച്ച് അപ്ഡേഷൻസ് ഫില്ല് ചെയ്ത് പോകുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ. പക്ഷേ ഇപ്പോൾ എൻ്റെ ഡിഫറെൻ്റാണ്. എല്ലാം മാറി, എല്ലാം അപ്ഡേറ്റായി. ഹംപ്ലക്സ് വന്നതോടെ നമുക്ക് ഹംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ മൊബൈലിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മീൻസ് നമ്മുടെ അക്കൗണ്ടിൽ വേറെ ആർക്കും കയറാൻ പറ്റില്ല, നമ്മുടെ ഐഡിയിൽ വേറെ ആർക്കും കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ പോയേ പറ്റുള്ളൂ, നമ്മുടെ പ്രസൻസിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് സ്റ്റാഫിനല്ല, വരുന്ന ഗസ്റ്റിനോ ആർക്കും അത് മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല. പോരാഞ്ഞിട്ട് നമ്മൾ മസ്റ്റായിട്ടും നമ്മുടെ ഇൻസ്ട്രക്ഷൻ ചെയ്ത് തന്നെ ആവണം. അതിൻ്റെ പ്ലസ് പോയിൻറ്റ് നമുക്ക് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റാഫിനായാലും ശരി, നമ്മുടെ സ്റ്റാഫ് ജോലി എടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് ജോലി എടുക്കുന്നുണ്ട്. പക്ഷേ അവർ ജോലി എടുക്കുന്നത് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ എഫിഷ്യൻസി അത് അറിയില്ല ആർക്കും. മീൻസ് ഒരാൾ പെട്ടെന്ന് റൗണ്ട്സിന് വരുന്ന സമയത്ത് ആ ഏരിയ ഡേറ്റി ആയിരിക്കും. അപ്പോൾ വരുന്ന കംപ്ലയിൻറ്റ്സ് അവിടെ ആരും നോക്കുന്നില്ല എന്നുള്ള രീതിക്കുള്ള കംപ്ലയിൻറ്റ്സ് ആയിരിക്കും വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു സ്റ്റാഫ് സ്റ്റിക്ക് ഓൺ ആയിട്ട് അവിടെ ഹോൾഡാണ്, അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹംപ്ലക്സ് വന്നതോടെ അത് നമുക്ക് കുറച്ച് വിസിബിളായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ 5 പ്രാവശ്യം ഇൻസ്പെക്ഷന് പോകുന്ന സമയത്ത് ആ ഏരിയ ഈ 5 പ്രാവശ്യം ക്ലീൻഡാണ്. അപ്പോൾ ഒരു സ്റ്റാഫ് സ്റ്റിക്ക് ഓൺ ആയിട്ട് അവിടെ നിന്നാൽ മാത്രമേ അന്നത്തെ ദിവസം മൊത്തം അത് ആ ഏരിയ ക്ലീനായി ഉറപ്പായിരിക്കും, അത് ആ ഏരിയ ക്ലീൻഡാണ്. രണ്ടാമത് ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ഹംപ്ലക്സ് വന്നതിന് ശേഷം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഒരു സ്ലിപ്പ് ആൻഡ് ഫോൾ ഉണ്ടായ സമയത്തും ഇതുപോലെ തന്നെയാണ്. അതിന് 5 മിനിറ്റ്സിന് മുമ്പ് ആ വാഷ്റൂം ഇൻസ്പെക്ഷൻ ചെയ്ത് അതിൻ്റെ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്ത് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു സ്ലിപ്പ് ആൻഡ് ഫോൾ ഉണ്ടായി. അതും ഹൗസ് കീപ്പിംഗ് സൈഡ് മിസ്റ്റേക്കാണ്, അത് വെള്ളം കിടന്നുകൊണ്ടാണ് അവർ വീഴാൻ പോയത് എന്നുള്ള രീതിക്കൊക്കെയുള്ള കംപ്ലയിൻറ്റ്സ് വന്നു. പക്ഷേ ഒരിക്കലും നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി. മീൻസ് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല. കാരണം അതിനും തൊട്ട് മുമ്പ് നമ്മുടെ സ്റ്റാഫ് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് പോയി, ആ ഏരിയ ക്ലീൻഡ് ആയിരുന്നു, നമ്മൾ കാരണമല്ല സംഭവിച്ചതെന്നുള്ളത് നമുക്ക് വിത്ത് പ്രൂഫാണ്. പിന്നെ ഹംപ്ലക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഒരുപക്ഷെ 1 മാസത്തെ ചെക്ക് ലിസ്റ്റ് തന്നെ നമുക്ക് ഇത്രയും വാഷ്റൂംസ് കാര്യങ്ങൾ ചെക്ക് ലിസ്റ്റ് നമുക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഒരുപാട് സ്പേസ് വേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഡേറ്റാസ് എത്ര വർഷം വേണമെങ്കിൽ നമുക്കൊരു പെൻ ഡ്രൈവിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഒരു NABH പോലുള്ള ഓഡിറ്റ് കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇതൊരു പ്രൂഫാണ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും. അത് എനിക്ക് ഹംപ്ലക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹംപ്ലക്സ് ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ സപ്പോർട്ടാണ്. മീൻസ് എൻ്റെ അനുഭവത്തിലാണെങ്കിൽ ഞാൻ ഡേ നൈറ്റ് ഡ്യൂട്ടി വരുന്ന ആളാണ്. അപ്പോൾ എന്ത് ഹംപ്ലക്സിന് എനിക്ക് എപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്താലും ഓൺ ദ ടൈം, അതായത് 24/7 എന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് റിപ്ലൈ കിട്ടുന്നുണ്ട്. ഐ വിൽ ചെക്ക് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണോ എൻ്റെ സൊല്യൂഷൻ ഉറപ്പായിട്ടും ഒന്നുകിൽ ഞങ്ങളെ വിളിച്ച് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ മെസ്സേജ് തരാറുണ്ട്.
അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.